ധനുരാശിക്കാരെ, ഒന്നു നിൽക്കൂ, ഒരു നിമിഷം. ഈ വാക്കുകൾ നിങ്ങൾക്കു വേണ്ടി മാത്രമാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം വരും. ആ നിമിഷത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. ആ നിമിഷം ഇപ്പോൾ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ആഗതമാകുകയാണ്. ഇതൊരു സാധാരണ ജ്യോതിഷ് പ്രവചനമല്ല. ഇത് ആകാശം നിങ്ങൾക്ക് അയക്കുന്ന ഒരു ദൈവിക സന്ദേശമാണ്. ഗ്രഹങ്ങൾ സ്ഥാനം മാറുന്നതിനു മുൻപേ, നക്ഷത്രങ്ങൾ നിങ്ങളുടെ ഭാഗധേയം പുനർനിർണയിക്കുന്നതിനു മുൻപേ ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ധനുരാശി ഗുരുവിന്റെ സ്വന്തം രാശി. ധർമ്മത്തിന്റെ, ജ്ഞാനത്തിന്റെ, ആത്മീയ ഉണർവിന്റെ രാശി. നിങ്ങൾ ഒരിക്കലും സാധാരണക്കാരല്ല. നിങ്ങളുടെ ആത്മാവിൽ ഒരു ദൈവിക ലക്ഷ്യം മറഞ്ഞിരിക്കുന്നുണ്ട്. ചിലർക്ക് ആ ലക്ഷ്യം ഇനിയും കണ്ടെത്താൻ ആകുന്നില്ല. ചിലർ ആ ലക്ഷ്യത്തിന്റെ വക്കിൽ നിൽക്കുകയാണ്. ഇന്ന് ഈ നക്ഷത്രസ്ഥാനങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: നിങ്ങൾ ഒരു വലിയ വഴിത്തിരിവിന്റെ നടുവിലാണ്. ജീവിതത്തിൽ ചിലപ്പോൾ തോന്നുന്നുണ്ടോ, എന്തോ ഒന്ന് മാറാൻ പോകുന്നു എന്ന്. ഉള്ളിനുള്ളിൽ ഒരു ചലനം, ഒരു അദൃശ്യമായ ആകർഷണം. ആ അനുഭവം ഇപ്പോൾ ധനുരാശിക്കാർക്ക് ഏറെ ശക്തമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ അനുഭവം വ്യർത്ഥമല്ല. ആ അനുഭവം ഗ്രഹങ്ങൾ നൽകുന്ന ഒരു ആന്തരിക സൂചനയാണ്. ആകാശം നിങ്ങളോട് സംസാരിക്കുകയാണ്: ചെവിയോർക്കൂ, ഈ ജീവിതത്തിൽ ഏറ്റവും ഭയാനകം അറിയാതെ ഒരു നിമിഷം നഷ്ടപ്പെടുത്തുന്നതാണ്. ആ നിമിഷം ഒരിക്കൽ മാത്രം വരും, ഒരിക്കൽ മാത്രം. ധനുരാശിക്കാർക്ക് ആ നിമിഷം ഇപ്പോൾ വരികയാണ്. ഇതൊരു മുന്നറിയിപ്പാണ്, ഒരു ആശീർവാദവും. ഈ ദൈവിക നിമിഷം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാണോ? ജ്യോതിഷശാസ്ത്രം പറയുന്നു, ഒരു ജീവിതകാലത്ത് ഒരേ ഒരു തവണ മാത്രം ചില ഗ്രഹസ്ഥാനങ്ങൾ ഒത്തുചേരും. ആ ഒത്തുചേരൽ ഒരു ദ്വാരം തുറക്കും: ഭാഗ്യത്തിന്റെ, ആരോഗ്യത്തിന്റെ, സ്നേഹത്തിന്റെ, ആത്മീയ ഉണർവിന്റെ ദ്വാരം. ആ ദ്വാരം ഇപ്പോൾ ധനുരാശിക്കാർക്കു വേണ്ടി തുറക്കുകയാണ്. ഇത് ഭ്രമല്ല, ഇത് ഗ്രഹശക്തിയുടെ യഥാർത്ഥ പ്രകടനമാണ്. നിങ്ങൾ ദീർഘകാലമായി ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ചില ആഗ്രഹങ്ങൾ ഈടേറ്റ് നിൽക്കുന്നുണ്ടോ? ചില ബന്ധങ്ങളിൽ ഒരു അദൃശ്യഭാ. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് ആ വഴികളെക്കുറിച്ചാണ്. ഈ ഗ്രഹനിലകൾ നൽകുന്ന സമ്മർദ്ദത്തെ ലഘൂകരിക്കാൻ, കർമ്മദോഷങ്ങൾ അകറ്റാൻ, ജീവിതത്തിൽ ശുദ്ധമായ ഒരു ഒഴുക്ക് പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ച്. ഇത് വെറും ചടങ്ങുകളല്ല. ഇത് ഓരോ ധനുരാശിക്കാരുടെയും ഉള്ളിലുള്ള ആ ദൈവീകമായ ശക്തിയെ ഉണർത്തുന്ന, ആ ബ്രഹ്മാണ്ഡ ചക്രത്തോട് ഒത്തിണങ്ങി ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ്. ആദ്യമായി, ഈ ഘട്ടത്തിൽ ധനുരാശിക്കാർ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഗുരു ഭഗവാനെ ആരാധിക്കുക എന്നതാണ്. ഗുരു അഥവാ ബൃഹസ്പതി നിങ്ങളുടെ ജന്മഗ്രഹമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത് നിലനിൽക്കുകയാണ്. ആ ഗ്രഹത്തിന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വ്യാഴാഴ്ചകളിൽ, യത് ഗുരുവാരങ്ങളിൽ, പ്രഭാതത്തിൽ ഉണർന്നു കഴുകി ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഒരു ദേവദർശനം നടത്തുക. ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ദീപം കൊളുത്തി മഞ്ഞപ്പൂക്കൾ അർപ്പിച്ച് ഗുരുവിനെ ഒരു നിമിഷം ഹൃദയത്തിൽ ധ്യാനിക്കുക. ആ ഒരൊറ്റ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ ഭാഗ്യഗ്രഹത്തെ ഉണർത്തും. ഗുരു ജ്ഞാനത്തിന്റെ, ധർമ്മത്തിന്റെ, ഉന്നതിയുടെ ഗ്രഹമാണ്. അദ്ദേഹം പ്രസന്നനാകുമ്പോൾ ജീവിതം ഒരു പുതിയ ദിശ കണ്ടെത്തും. ശനിയുടെ കർക്കശമായ ദൃഷ്ടിയെ ലഘൂകരിക്കാൻ ശനിയാഴ്ചകളിൽ ഒരു ചെറിയ ദാനം ചെയ്യുക. ദരിദ്രർക്ക്, ആശ്രയമില്ലാത്തവർക്ക്, വഴിയോരങ്ങളിൽ ഉള്ളവർക്ക് ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ വസ്ത്രം നൽകുക. ശനി ഭഗവാൻ ദരിദ്രനാരായണനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദേവനാണ്. ആ ദേവന്റെ പ്രതിനിധികൾ ഭൂമിയിലെ ദുഃഖിതർ ആണ്. അവരെ സേവിക്കുമ്പോൾ ശനിയുടെ ക്രോധം ലഘൂകരിക്കപ്പെടും. കൂടാതെ ശനിയാഴ്ചകളിൽ ഒരു ദീപം കൊളുത്തി ഇരുട്ടിൽ ഒരു നിമിഷം ഇരിക്കുക. ആ നിശബ്ദതയിൽ ഭഗവാനോട് ഒരു ആന്തരിക സംഭാഷണം നടത്തുക. ഞാൻ ഇനി ന്യായമായി ജീവിക്കും, ഞാൻ ഇനി ശ്രദ്ധയോടെ നടക്കും എന്ന ഒരു ആന്തരിക പ്രതിജ്ഞ എടുക്കുക. ആ ഒരൊറ്റ നിശ്ചയദാർഢ്യം ശനിയുടെ ദൃഷ്ടിയെ ഒരു അനുഗ്രഹമാക്കി മാറ്റും. രാഹുകേതുക്കളുടെ ദോഷം ശമിപ്പിക്കാൻ ദേവദർശനം തന്നെ ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് സർപ്പദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ഒരു ദർശനം നടത്തുക. സർപ്പദോഷം ഈ സമയം പ്രണയത്തിൽ ഉള്ളവർക്ക് ഒരു പ്രത്യേക സൂചന നൽകാൻ ഗ്രഹങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. ധനുരാശിക്കാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്തോ ഒരു കലക്കം അനുഭവപ്പെടുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ, ആ ഒറ്റപ്പെടൽ, ആ നിശബ്ദ വേദന, അതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു കാരണമില്ലാതെ വന്നതല്ല. ഗുരു ഭഗവാൻ നിങ്ങളുടെ 7ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബന്ധങ്ങളിൽ ഒരു പരിശോധനാ ഘട്ടം ആരംഭിക്കുകയാണ്. ആ പരിശോധനയിൽ ശരിക്കും ആര് നിൽക്കുന്നു, ആര് ഒഴിഞ്ഞുമാറുന്നു എന്ന് ഈ കാലഘട്ടം തെളിയിക്കും. പ്രണയ ജീവിതത്തിൽ ഉള്ളവർക്ക് ഒരു നിർണായക നിമിഷം വരാൻ പോകുന്നു. ഒരു സംഭാഷണം, ഒരു തീരുമാനം, ഒരു കണ്ടുമുട്ടൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കും. ദീർഘകാലമായി ഒരു ബന്ധത്തിൽ ഉള്ളവർക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ചിലർ ഇതാണ് എന്റെ ആൾ എന്ന് ഉറപ്പിക്കും. മറ്റു ചിലർ ഈ ബന്ധം എനിക്ക് ശരിയല്ല എന്ന് തിരിച്ചറിയും. ഇതൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ്. ഏത് വഴിക്ക് പോയാലും അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും. വിവാഹ ജീവിതത്തിൽ ഉള്ളവർക്ക് ഈ കാലഘട്ടം ഒരു ആഴത്തിലുള്ള ആത്മപരിശോധനയുടെ സമയമാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ
അത് ഇനിയും നീട്ടിവെക്കരുത്. ശനി ഭഗവാൻ ഇപ്പോൾ ബന്ധങ്ങളിൽ ഉള്ള ചില കടങ്ങൾ തീർക്കാൻ ആവശ്യപ്പെടുകയാണ്. അഹങ്കാരം, ഈഗോ, പരസ്പര ആരോപണം ഇതൊക്കെ ഒഴിവാക്കി ഹൃദ്യമായ ഒരു സംഭാഷണം നടത്തിയാൽ ഈ ഘട്ടത്തിൽ ദാമ്പത്യ ജീവിതം ഒരു പുതിയ ഉണർവ് നേടും. ഒറ്റയ്ക്ക് ജീവിക്കും ധനുരാശിക്കാർക്ക് വിവാഹ സമയം ഇപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു ഘട്ടത്തിലാണ്. ഗുരു ഭഗവാന്റെ അനുഗ്രഹം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു നല്ല ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ഒരിക്കൽ നിരാശയിൽ ആണ്ടുപോയ ഹൃദയങ്ങൾ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യാശ കണ്ടെത്തും. ഒരു കണ്ടുമുട്ടൽ, ഒരു ആശംസ, ഒരു നോട്ടം, ഇത് മതിയാകും. ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ഏകാന്തതയെ ഉത്സവമാക്കി മാറ്റും. കുടുംബജീവിതത്തിൽ ചില സ്പർദ്ധകൾ ഉണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അവ പരിഹരിക്കപ്പെടും. അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ ഇവരുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മം. ധനുരാശിക്കാരെ, ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അദൃശ്യശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല, അനുഭവിക്കാൻ കഴിഞ്ഞേക്കില്ല. പക്ഷേ അത് നിങ്ങളുടെ ഓരോ ചുവടിനെയും നിശബ്ദമായി നയിക്കുകയാണ്. പ്രതിവിധികളും കർമ്മ പരിഹാരങ്ങളും. ധനുരാശിക്കാർക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ബാഹ്യമായ മാറ്റങ്ങൾ മാത്രമല്ല, ആന്തരികമായ ഒരു ശുദ്ധീകരണം കൂടിയാണ്. ഗ്രഹങ്ങൾ നൽകുന്ന സന്ദേശം വ്യക്തമാണ്. നിങ്ങൾ ഇതുവരെ വഹിച്ചുകൊണ്ടു നടന്ന ഭാരങ്ങൾ ഇറക്കിവെക്കേണ്ട സമയം ആഗതമായിരിക്കുന്നു. ആദ്യമായി ചെയ്യേണ്ടത്, ഓരോ ദിവസവും രാവിലെ ഉണർന്ന് സൂര്യോദയത്തിനു മുൻപ് കുറഞ്ഞത് കുറച്ചു നിമിഷങ്ങൾ നിശബ്ദതയിൽ ഇരിക്കുക. ഈ നേരത്ത് നിങ്ങളുടെ മനസ്സ് ഏറ്റവും ശുദ്ധമായിരിക്കും. ആ ശുദ്ധമായ മനസ്സോടെ ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുക. ദൈവത്തോട് ആവശ്യപ്പെടേണ്ടത് സ്വർണവും സ്ഥാനമാനവുമല്ല, ശരിയായ ദിശ കാണിക്കണം എന്നു മാത്രം. ഗുരു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വ്യാഴാഴ്ച ദിവസം പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. ആ ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ഭഗവാന്റെ മുൻപിൽ ഒരു നെയ്വിളക്ക് കത്തിക്കുക. മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ അർപ്പിക്കുക. ഇത് ആഡംബരത്തിന് വേണ്ടിയല്ല, ഭക്തിയുടെ ഒരു ചെറിയ ആവിഷ്കാരം മാത്രമാണ്. ആ ഭക്തി ഗുരു ഭഗവാൻ ഏറ്റുവാങ്ങും, നിങ്ങളുടെ ജ്ഞാനത്തെ തെളിഞ്ഞ ദിശയിൽ നയിക്കും. ശനി ഭഗവാന്റെ കർക്കശമായ കൈകൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ പരീക്ഷിക്കുകയാണ്. ശനിക്ക് പ്രിയം ശ്രമവും സേവനവുമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ചയ്ക്ക് മുൻഗണന കൊടുത്ത് ദരിദ്രരോ വൃദ്ധരോ ആയ ആരെങ്കിലും ഒരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യുക. ഭക്ഷണം കൊടുക്കുക, ഒരു വാക്ക് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ തുക ദാനം ചെയ്യുക. ഈ ഒരൊറ്റ പ്രവൃത്തി ശനിയുടെ കോപത്തെ കരുണയാക്കി മാറ്റും. രാഹുവിന്റെ ആഴത്തിലുള്ള സ്വാധീനത്തെ ശമിപ്പിക്കാൻ ദുർഗദേവിയെ അല്ലെങ്കിൽ ഭദ്രകാളിയെ മനസ്സാ വന്ദിക്കുക. ഇന്ദ്രനീലം അല്ലെങ്കിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ വസ്ത്രം ദേവിക്ക് അർപ്പിക്കാം. ഇത് ആചാരത്തിന്റെ ഭാഗമല്ല, നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ വിശ്വാസമാക്കി മാറ്റുന്ന ഒരു ആന്തരിക പ്രക്രിയയാണ്. ഇനി ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ധനുരാശിക്കാരെ, ഇനി നിങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, യാത്രകൾ, മറഞ്ഞിരിക്കുന്ന അപകടങ്ങൾ, പെട്ടെന്നുള്ള നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് തുറന്നു പറയാൻ പോകുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷേ ഞെട്ടിപ്പോയേക്കാം. കാരണം ഈ സമയം ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ശരീരവും മനസ്സും ആത്മാവും ഒരേ സമയം ഒരു വലിയ പരിവർത്തനത്തിന് വിധേയമാകുന്ന ഘട്ടമാണ്. ആദ്യം ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം. ഗുരുഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ 6ാം ഭാവത്തെ ദൃഷ്ടിക്കുന്നുണ്ട്. 6ാം ഭാവം എന്നത് രോഗം, ശത്രു, കടം ഇവയുടെ ഭാവമാണ്. എന്നാൽ ഗുരുവിന്റെ ദൃഷ്ടി ഇവിടെ വരുമ്പോൾ ഇത് ഒരു സംരക്ഷണ കവചമായി മാറുന്നു. നിങ്ങൾക്ക് ഇക്കാലയളവിൽ ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകിച്ച് വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ദഹനപ്രശ്നങ്ങൾ, ക്ഷീണം, ഉറക്കക്കുറവ് ഇവ ഈ ഘട്ടത്തിൽ നിങ്ങളെ അലട്ടിയേക്കാം. പക്ഷേ ഇതൊന്നും ഗുരുതരമായ കാര്യങ്ങളല്ല. ഇവ താൽക്കാലികമാണ്. ഗ്രഹങ്ങളുടെ ചലനം ഇവ ഉണ്ടാക്കുന്നു, ഗ്രഹങ്ങൾ തന്നെ ഇവ മാറ്റുകയും ചെയ്യും. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഈ സമയം മാനസിക സമ്മർദ്ദം നിങ്ങളുടെ ശരീരത്തെ ബാധിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഘട്ടമാണ്. ശനിഭഗവാൻ നിങ്ങളുടെ 3ാം ഭാവത്തിൽ ഇരുന്ന് നിങ്ങളുടെ ചിന്തകളെ, ആശങ്കകളെ, ഭാവി ഭയങ്ങളെ ഒക്കെ ഒരു ഭാരമായി മനസ്സിൽ അടിഞ്ഞുകൂടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഭാരം ആദ്യം മനസ്സിനെ ബാധിക്കും, പിന്നെ ശരീരത്തെ. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നതാണ്. ദൈനംദിന ധ്യാനം, പ്രഭാത പ്രാർത്ഥന, ഏതെങ്കിലും ഒരു ഈശ്വരനാമം ഉരുവിടുക. ഇതൊക്കെ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആത്മീയ ഊർജം നൽകും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഘട്ടത്തിൽ നിങ്ങൾ ക്ഷണിക്കപ്പെടാതെ ആരുടെയെങ്കിലും ആരോഗ്യ പ്രശ്നത്തിൽ ഉൾപ്പെടുകയോ ആരോഗ്യ സംബന്ധമായ ഒരു വലിയ ചെലവ് ഉണ്ടാകുകയോ ചെയ്തേക്കാം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ ഒരു അംഗത്തിനു വേണ്ടിയും ആകാം. ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ പരിഭ്രമിക്കരുത്. ശ്രദ്ധയോടെ, ക്ഷമയോടെ, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നേരിടുക. ഈ സന്ദർഭം കടന്നുപോകും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് വരാം. ധനുരാശിക്കാരെ, ഈ നിമിഷം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃച്ഛികമല്ല. ദൈവം തന്നെ നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് വരാൻ പോകുന്നു. അത് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിരിക്കണം. ഈ ഘട്ടത്തിൽ ഒരു കാര്യം ഓർക്കണം,
ജീവിതത്തിൽ ചിലപ്പോൾ ഒരു നിമിഷത്തിൽ എടുക്കുന്ന ഒരു തീരുമാനം, ആ ഒറ്റ തീരുമാനം നിങ്ങളുടെ ഇനി വരുന്ന പല വർഷങ്ങളെ മുഴുവൻ മാറ്റിമറിക്കും. ആ തീരുമാനം ശരിയായ ദിശയിൽ ആകണം എന്നതിനാലാണ് ഈ സന്ദേശം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയത്. ധനുരാശിക്കാർക്ക് ഇപ്പോൾ ഗ്രഹങ്ങൾ നൽകുന്ന ഊർജം അസാധാരണമായ ഒന്നാണ്. ഗുരു, ശനി, രാഹു, ഈ 3 ശക്തികളും ഒരേ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ഈ അപൂർവ ഘട്ടത്തിൽ ഓരോ ചുവടും ബോധത്തോടെ വെക്കണം. ഒരു നിമിഷത്തിലെ തെറ്റായ തീരുമാനം കഷ്ടതകൾ കൂട്ടാം, ശരിയായ തീരുമാനം ജീവിതം ഉയർത്തും. ഇപ്പോൾ നിങ്ങൾ ഉള്ളിൽ ഒരു ആഗ്രഹം വഹിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ തൊഴിലിൽ ആകാം, ബന്ധത്തിൽ ആകാം, കുടുംബകാര്യത്തിൽ ആകാം. എന്തായാലും ആ ആഗ്രഹം നിങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ദൈവം ആ ആഗ്രഹം കേട്ടു. ഇനി ഉത്തരം വരാൻ പോകുകയാണ്. ഈ സ്ക്രീൻ കണ്ട് ഈ വാക്കുകൾ ഹൃദയത്തിൽ ഏൽക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് കമന്റിൽ എഴുതൂ. ആ ദൈവനാമം ഇവിടെ ഉച്ചരിക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവരുമായി പങ്കിടൂ. ആ പ്രവൃത്തി ഒരു ദൈവിക സേവനമാണ്. ജാതകം വിശദമായി അറിയണമെന്നോ വിവാഹ പൊരുത്തം നോക്കണമെന്നോ ആഗ്രഹമുള്ളവർ കമന്റ് വിഭാഗം ഒന്ന് നോക്കൂ. ദൈവകൃപ ഉള്ള ഓരോ ഉത്തരവും അവിടെ ഉണ്ട്. ഇനി ഗ്രഹങ്ങളെക്കുറിച്ച് പറയാം. ഗുരു ഭഗവാൻ ഇപ്പോൾ ധനുരാശിക്ക് അനുകൂലമായ ഒരു സ്ഥാനത്ത് ഇരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം, ജ്ഞാനം, ദൈവിക ദൃഷ്ടി ഇവ നൽകും. പക്ഷേ ഗുരുവിന്റെ ഈ അനുഗ്രഹം പ്രവൃത്തിയിലൂടെ മാത്രമേ ഫലം തരൂ. ഇരുന്നാൽ മതി, ഫലം കൈക്കലാകും എന്ന് ഗുരു പറയില്ല. അദ്ദേഹം ചലിക്കുന്നവരെ ചേർത്ത് പിടിക്കും. ശനി ഭഗവാൻ ഈ ഘട്ടത്തിൽ ധനുരാശിക്ക് ഒരു പ്രത്യേക പരീക്ഷ നൽകുകയാണ്. ക്ഷമ, സഹനം, കഠിനാധ്വാനം ഇവ ഇപ്പോൾ ആവശ്യമാണ്.